അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ 2 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തേർഡ് ടൈപ്പ്, ദാറ്റ് ഇസ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ക്വാസി റാൻഡം സാമ്പിളിംഗ്. അങ്ങനെ ഒരു പേരും ഈ മെത്തേഡിന് ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദി ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ സ്പേഷ്യൽ ഓർ ടെമ്പറൽ ഓർഡർ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യണം ആൾക്കാരെ. അപ്പോൾ വാട്ട് വി ഡു, വി വാട്ട് ഇസ് ഇറ്റ് അറേഞ്ച് യു ഇൻ സം ഫോം, എന്തെങ്കിലും ഒരു ഫോമിൽ. നമ്മൾ വെച്ചാൽ ആദ്യത്തെ ബെഞ്ചിലുള്ള ആൾക്കാർ ആദ്യം നിൽക്കുക, രണ്ടാമത്തെ ബെഞ്ചിലുള്ള രണ്ടാമത്തെ റോയിൽ നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ആളെടുക്കും, തേർഡ് ആളെടുക്കും, ഫിഫ്ത്ത് ആളെടുക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്ത്, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് തന്നിരിക്കട്ടെ. അപ്പോൾ അതിനെയാണ്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്. നമ്മൾ ചുമ്മാ റാൻഡം ആണെങ്കിൽ പോലും അവിടെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡിനെയാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആ സാമ്പിൾസ് ആർ സെലക്റ്റഡ് ബേസ്ഡ് ഓൺ സം റാൻഡം ഓർഡർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം വാട്ട് ഡു യു ജസ്റ്റ് റാൻഡംലി പിക്ക് അക്കോർഡിംഗ് ടു സം സിസ്റ്റമാറ്റിക് ഓർഡർ. മനസ്സിലായോ? അടുത്ത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 4th നമ്പറാണ്, ഇവിടെ 4 എന്നിട്ടാണ്. ഫോർത്ത് മെത്തേഡ് ഓഫ് റാൻഡം സാമ്പിളിംഗ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, where investigator divide the entire population to sections or clusters which represent a population. ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനെ ഏജ് അനുസരിച്ച് ഒരു ക്ലസ്റ്റർ, സെക്സ് അനുസരിച്ച് ക്ലസ്റ്റർ, ലൊക്കേഷൻ അനുസരിച്ച് ക്ലസ്റ്റർ ആക്കിയിട്ട് അതിൽ നിന്നും സാമ്പിളിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തോ മൊത്തം പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും. യു ഡിവൈഡ് ദ ഹോൾ പോപ്പുലേഷൻ ഇൻ ടു ക്ലസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ സം പാരാമീറ്റർ. ഫോർ എക്സാമ്പിൾ ഏജ്, സെക്സ്, ലൊക്കേഷൻ, അങ്ങനെ. എന്നിട്ട് ഏതാണ്ട് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോലെ ഇരിക്കും, പക്ഷേ ഇത് ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലിയർ? ഇപ്പോൾ ഈ പിക്ചറിലെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. സിമ്പിൾ റാൻഡം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്യുക, സിമ്പിൾ റാൻഡം, ചുമ്മാ ലോട്ടറി മെത്തേഡ്, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമൊന്നുമില്ല. സിസ്റ്റമാറ്റിക് നോക്കിയേ, രണ്ടാമത്തെ ആളെ എടുത്തു, പിന്നെ 2 പേരെ വിട്ടിട്ട് അടുത്ത ആളെ എടുത്തു, പിന്നെ 2 പേരെ വിട്ടിട്ട് അടുത്ത ആളെ എടുത്തു, പിന്നെ 2 പേരെ വിട്ട് അടുത്ത ആളെ എടുത്തു. എന്ന് വെച്ചാൽ അവരെ ഒരു ഓർഡറിൽ നിർത്തിയതിന് ശേഷം ആഫ്റ്റർ എവറി 2 person 1 person is selected. സോ ദാറ്റ് ഇസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് ആകുമ്പോഴത്തേക്ക് പല സ്ട്രാറ്റായിട്ട് തിരിച്ചിട്ട് ഓരോ സ്ട്രാറ്റയിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ക്ലസ്റ്റർ ആകുമ്പോഴത്തേക്ക് അഗൈൻ ക്ലസ്റ്റേഴ്സ് ആർ ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് ആൻഡ് ക്ലസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ്. അപ്പോൾ ദിസ് ഇസ് കോൾഡ് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വച്ചിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ മൊത്തം റാൻഡം സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസ് സാമ്പിൾ ബയസ്. കാരണം വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ബയസ് ഒന്നുമില്ല, ഒരു പ്രത്യേക രീതിക്ക് അങ്ങ് സെലക്ട് ചെയ്യുന്നു, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ബയസ് ഒന്നുമില്ല. ഈ ഡൈവേഴ്സ് പോപ്പുലേഷൻ, കംപ്ലീറ്റ് പോപ്പുലേഷനെ കവർ ചെയ്യാണ്. പിന്നെ യു ഗെറ്റ് അക്യുറേറ്റ്, യു പ്രിപ്പയർ ആൻ അക്യുറേറ്റ് സാമ്പിൾ എന്ന് വെച്ചാൽ ഫുൾ എൻറ്റയർ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൃത്യമായൊരു സാമ്പിളിനെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്സ് കിട്ടിയവരെ മാത്രം എന്തെങ്കിലും പ്രത്യേക രീതിക്ക് സെലക്ട് ചെയ്താൽ അത് ആ ഫുൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ ഹിയർ ദ സാമ്പിൾ പ്രിപ്പയർഡ് ഈസ് എൻ അക്യുറേറ്റ് സാമ്പിൾ. ക്ലിയർ? So now you have gone through what are the random sampling methods. ഇനിയുള്ളത് അതിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും പറഞ്ഞിരുന്നു. ഇവിടെ നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്സിലെ രണ്ടാമത്തെ ടെക്നിക്കാണ് നോൺ റാൻഡം സാമ്പിളിംഗ് ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അവിടെ ദ ചോയ്സ് ഓഫ് സാമ്പിളിംഗ് ഈസ് നോട്ട് ഫ്രീ. അതായത് വെറുതെ നമ്മളങ്ങ് സെലക്ട് ചെയ്യല്ല, എന്തൊക്കെയോ മനസ്സിലെ ചില കൺസിഡറേഷൻസ് വെച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ടൈപ്പാണ് പെർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. പെർപ്പസീവ്, ആ വാക്കിൽ തന്നെയുണ്ട്, പെർപ്പസ്ഫുള്ളി ദ ഇൻവെസ്റ്റിഗേറ്റർ ഇസ് സെലക്ടിങ് ദ സാമ്പിൾ. അപ്പോൾ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് പവർ ഓഫ് ഡിസ്ക്രിഷൻ ആൻഡ് ക്യാൻ ഡെലിബറേറ്റ്ലി സെലക്ട് ഓർ റിജക്റ്റ് ആൻ ഐറ്റം. അപ്പോൾ ഇവിടെ ബയസ് ഉണ്ട്, മനസ്സിലായി? ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരു ബയസ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ മനസ്സിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് മനസ്സിൽ, അതിനെ വെച്ച് ഹീ ക്യാൻ അല്ലെങ്കിൽ ഷീ ക്യാൻ ഡെലിബറേറ്റ്ലി സെലക്ട് ഓർ റിജക്റ്റ് ആൻ ഐറ്റം. അപ്പോൾ മനസ്സിൽ വെച്ചേക്കുന്ന എന്തോ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓൾ ദി ഐറ്റംസ് ഡു നോട്ട് ഹാവ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ്സിലെ ടോപ്പ് മാർക്സ് ഉള്ളവരെ മാത്രമേ ഇൻവെസ്റ്റിഗേറ്റർ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ലോ മാർക്സ് ഉള്ളവർക്ക് അവിടെ ചാൻസ് ഉണ്ടോ? ഇല്ല, ടോപ്പ് മാർക്സ് ഉള്ളവർക്ക് മാത്രമേ അവിടെ ചാൻസ് ഉള്ളൂ. ഇനി ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഡെലിബറേറ്റ് സാമ്പിളിംഗ് മെത്തേഡ്, കാരണം ഇൻവെസ്റ്റിഗേറ്റർ ഇസ് ഡെലിബറേറ്റ്ലി സെലക്ടിങ് ദ സാമ്പിൾ. ഓക്കെ, രണ്ടാമത്തത് കോട്ട സാമ്പിളിംഗ്. Quota sampling എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദി പോപ്പുലേഷൻ സം quotas ആർ സെറ്റപ്പ്.
എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ആ സ്ട്രാറ്റ ക്ലസ്റ്റർ പോലെയല്ല, ഇവിടെ കോട്ട സാമ്പിളിംഗ് ആണ്, റാൻഡം അല്ല. നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ 80 മുതൽ 90 മാർക്കുള്ളവർക്കും വേർക്ക് ചാൻസ് ഉണ്ട്, 70 മുതൽ 80 മാർക്ക് വരെ ഉള്ളവർക്ക് ചാൻസ് ഉണ്ട്. അപ്പം അവിടെ കോട്ട കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ഗേൾസിനും ബോയ്സിനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിലീജിയന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ PSCയിലൊക്കെ ഉള്ള അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അങ്ങനല്ലേ, അല്ലെങ്കിൽ അഡ്മിഷൻ്റെ അപ്പോയിൻമെൻറ്റ്സിൽ കോട്ട ഉണ്ടല്ലോ. അതിവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കരുത്. കോട്ട ഉണ്ടെന്ന് ആ കോട്ടയുടെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനത്തെ എല്ലാ കാറ്റഗറിയിലും പെട്ടവർക്ക് ചാൻസ് ഉള്ളതുപോലെയാണ് ഇവിടുത്തെ സാമ്പിളിംഗ്. അപ്പം അവിടെ കോട്ട തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഏജ്, റിലീജിയൻ, റൂറൽ, അർബൻ. ഇപ്പോൾ റൂറൽ ഏരിയ, അർബൻ ഏരിയ എന്ന് വന്നവർ, അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ടോപ്പ് മാർക്സ് ഉള്ളവരെ സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ കോട്ട സാമ്പിളിംഗ് ആണ് ചെയ്യുന്നതെങ്കിലോ ഏജ് വൈസ് നിങ്ങളെ ഡിവൈഡ് ചെയ്യും, റിലീജിയൻ വൈസ് നിങ്ങളെ ഡിവൈഡ് ചെയ്യും, റൂറൽ ആൻഡ് അർബൻ വൈസ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും ഈ ടോപ്പ് മാർക്സ് ഉള്ളവരെ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് കോട്ട സാമ്പിളിംഗ്. അടുത്തത് കൺവീനിയൻസ് സാമ്പിളിംഗ്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ചങ്ക്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ നാട് ആലപ്പുഴ, അപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ വാട്ട് ഐ ഡു, ഐ വിൽ ടേക്ക് ദ സാമ്പിൾ അറൗണ്ട് ആലപ്പുഴ സോ ദാറ്റ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ മീ. അപ്പോൾ നമ്മളിപ്പോൾ കോളേജിലൊരു സ്റ്റഡി നടത്തും, നമ്മൾ കോളേജിന് അടുത്തുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് മേ ബി റിഗാർഡ് ടു പ്ലേസ്, ഇപ്പോൾ അവിടെ എത്തിപ്പെടാനുള്ള ദൂരം, അല്ലെങ്കിൽ നമുക്ക് എത്താനുള്ള സമയം, അല്ലെങ്കിൽ അവൈലബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ വിഴിഞ്ഞം ഏരിയയിൽ എനിക്ക് കുറേ പരിചയക്കാരുണ്ട്, അല്ലെങ്കിൽ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വിഴിഞ്ഞ ഏരിയ സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആലപ്പുഴക്കാരെ എനിക്ക് പരിചയമുണ്ട്, ആലപ്പുഴ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ എടുക്കുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? Fourth type of non-random sampling is the snowball sampling. ഈ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആ സബ്ജക്ട്സിനെ, അതായത് സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട്സിനെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചലഞ്ചിങ് ആയിട്ടുള്ള സർവീസിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പഠനം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഷെൽട്ടർലെസ് പീപ്പിൾ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പോൾ ഇവരിങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണോ, എല്ലാവരെയും ഞങ്ങളെ സാമ്പിൾ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദം. ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ എടുക്കും, അവരെ ഇൻ്റർവ്യൂവും, അതായിരിക്കും നമ്മൾ മൊത്തത്തിൽ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നത്. കിട്ടുന്നവർ മനസ്സിലാവുന്നത് മൊത്തം ഷെൽട്ടർലെസ് പീപ്പിൾ എടുത്തിട്ട് അവരെ എന്തെങ്കിലും ഒരു തരത്തിൽ സാമ്പിൾ ചെയ്യാനുള്ള വകുപ്പ് ഇവിടെ ഇല്ല. ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇപ്പോൾ ഒരു 10 പേരെ നമ്മൾ കണ്ടുമുട്ടി, ആ 10 പേരെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റഡിയിലേക്ക് കയറ്റി. അല്ലാതെ അവിടെ ഒരു സാമ്പിളിങ്ങിനുള്ള ഫ്രീഡം അവിടെ ഇല്ല. മനസ്സിലായോ? അതേപോലെ HIV പേഷ്യൻസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ ഈ HIV പേഷ്യൻസ് ഓപ്പണായിട്ട് പറയുമോ, ഞാൻ HIV പേഷ്യൻ്റ് ആണ്, എന്നെ സെലക്ട് ചെയ്യുമോ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ അവിടെയും യു ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം ദോസ് പീപ്പിൾ whom you find out. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ 10 HIV പേഷ്യൻസിൽ ഒരു സ്റ്റഡി നടത്തി, എയ്ഡ്സ് ഇങ്ങനെ എഴുതരുത്, HIV AIDS ക്യാപിറ്റൽ എഴുതണേ. അപ്പോൾ 10 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. ആ സ്റ്റഡി ആയിരിക്കും നമ്മൾ എല്ലാവരിലേക്കും എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പിളിങ്ങിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ആവശ്യകത എവിടെയാണെന്ന് വെച്ചാൽ വെൻ എ ഹൈപ്പോത്തസിസ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. അപ്പോൾ പ്രയർ ഇൻഫർമേഷൻ ഒന്നും ഇല്ല, യു ആർ ന്യൂലി മേക്കിംഗ് എ സ്റ്റഡി ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് ഹൈപ്പോത്തസിസ്. മറ്റേ റാൻഡം സാമ്പിളിങ്ങിലല്ല, ഓൾറെഡി ഹൈപ്പോത്തസിസ് വിൽ ബി ദർ, ഫർദർ സ്റ്റഡിക്കാണ് റാൻഡം സാമ്പിളിംഗ് ചെയ്യുന്നത്. ഇവിടെ ഇഫ് യു വോണ്ട് ടു ക്രിയേറ്റ് എ ഹൈപ്പോത്തസിസ്, നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് എടുക്കുന്നത്. പിന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, യു ആർ ഗോയിങ് ടു എക്സ്പ്ലോർ സംതിങ്. കാര്യമായ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ പോകും, ഒരു പൈലറ്റ് സ്റ്റഡി എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു സ്റ്റഡി നടത്താൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ബഡ്ജറ്റും ടൈമും കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ, അതായത് ഇത് 1 മാസത്തിനകം ചെയ്യണം, 1,00,000 രൂപയേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും മെത്തേഡ് എടുക്കും. ഈ നോൺ റാൻഡം സാമ്പിളിംഗ് എടുക്കാൻ പറ്റും. റാൻഡം സാമ്പിളിംഗ് ചെയ്യാനുള്ള പണമോ സമയമോ നമ്മുടെ കയ്യിൽ കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഓവറോൾ എന്ന് പറഞ്ഞത് സാമ്പിളിംഗ് മെത്തേഡ്സ്. നമുക്ക് മൊത്തത്തിൽ ഡാറ്റ കളക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, സെൻസസും സാമ്പിളിങ്ങും. സെൻസസ് ആകുമ്പോൾ കംപ്ലീറ്റ് ആൾക്കാരെയും സെലക്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ആകുമ്പോഴത്തേക്ക് ചെറിയ പോപ്പുലേഷൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് എടുക്കുന്ന സാമ്പിളിംഗ് മെത്തേഡ് 2 ടൈപ്പ് ഉണ്ട്, പ്രോബബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ റാൻഡം മെത്തേഡ്, അല്ലെങ്കിൽ ആൻഡ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ നോൺ റാൻഡം മെത്തേഡ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ്. നോൺ റാൻഡം ആണെങ്കിലോ കൺവീനിയൻസ്, ജഡ്ജ്മെൻറ്റൽ, സ്നോബോൾ, കോട്ട സാമ്പിളിംഗ്. ഇത് ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഹലോ എവ്രി വൺ, ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് ഡിസ്കസ്ഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് data, അല്ലെ, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പും ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്, ഡേറ്റ നമുക്ക് 2 രീതിക്ക് കളക്ട് ചെയ്യാം.
സെൻസസ് മെത്തേഡിലും സാമ്പിളിംഗ് മെത്തേഡിലും എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. സെൻസസ് ആകുമ്പോൾ കണ്ടോ ആ പിക്ചർ തന്നെ കാണിക്കുന്നത് എല്ലാവരെയും എടുത്തിരിക്കുക. സാമ്പിളിംഗ് ആകുമ്പോൾ മൊത്തം പോപ്പുലേഷനിൽ കുറച്ച് പേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി when the data is to be collected from each member of the population, it is known as census. ഒരു പോപ്പുലേഷനുള്ള സകല യൂണിറ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ സെൻസസ് മെത്തേഡ്. ഈ വലിയ എലിപ്സ് കാണില്ല, അതിൻ്റെ അകത്ത് കാണുന്ന മൊത്തം എല്ലാ പോപ്പുലേഷനിലെ സകലരെ നമ്മൾ എടുത്താൽ അത് സെൻസസ് മെത്തേഡാണ്. സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് only from some members of the population, ആ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ചെറിയ റെപ്രസെൻറ്റേറ്റീവ് ഭാഗത്തിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻസസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബയസ് കാണത്തില്ല. നമ്മൾ മൊത്തം ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് ദർ വോണ്ട് ബി എനി ബയസ് ഇൻ ദ റിസൾട്ട് ആൻഡ് ഓൾ ദി ഐറ്റംസ് ക്യാൻ ബി യൂസ് ഫോർ അനാലിസിസ്. പിന്നെ അനാലിസിസ് ബിക്കംസ് മോർ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രൂ, കാരണം മൊത്തം പോപ്പുലേഷൻ്റെ സ്റ്റഡി ആണല്ലോ. പിന്നെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ഇസ് മെയിൻറ്റെയിൻ, മൊത്തം പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിന് മാറ്റമൊന്നുമില്ല, ഓരോ യൂണിറ്റും എടുക്കുന്നുണ്ട്. പിന്നെ റിസൾട്ട് അക്യൂറേറ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സെൻസസ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരുപാട് സമയം, പണം, എഫേർട്ട്, അതിന് ചിലവുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആൾക്കാരെ നമ്മൾ ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാന്റ് ആണെങ്കിൽ സകല പ്ലാന്റിനെയും, ആനിമൽസ് ആണെങ്കിൽ സകല ആനിമലിനെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ലോട്ട് ഓഫ് എന്യൂമറേറ്റേഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ സെൻസസ് മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഓരോ പോപ്പുലേഷൻ്റെ ഓരോരുത്തരെയും നമ്മൾ പോയി ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു അല്ലേ. അത് പ്രൈമറി സോഴ്സ് ആയിട്ടോ സെക്കൻഡറി സോഴ്സ് ആയിട്ടോ എടുക്കാം. ഇനി സാമ്പിളിംഗ് മെത്തേഡ് തന്നെ നമുക്ക് ഇനി ചെറിയൊരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ്റെ ചെറിയൊരു റെപ്രസെൻറ്റേറ്റീവ് പോപ്പുലേഷനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു റെപ്രസെൻറ്റേറ്റീവ് പോപ്പുലേഷനെ എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പോൾ ആ മെത്തേഡിനെയാണ് സാമ്പിളിംഗ് മെത്തേഡ്. ദറ്റ് ഇസ് ദ മെത്തേഡ് യു ടേക്ക് അപ്പ് ടു select the sample out of a large population. ആ സാമ്പിളിംഗ് മെത്തേഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. അതിൽ ആദ്യം റാൻഡം സാമ്പിളിംഗ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് തന്നെ മെനി ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ 40 കുട്ടികളുണ്ട്. ഈ 40 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്രട്ടറി സെലക്ട് ചെയ്തപ്പോൾ ഓർക്കുന്നില്ലേ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു നിങ്ങളിൽ ആരെ സെലക്ട് ചെയ്യണം, ഒന്നുമില്ല. റാൻഡം ആയിട്ടാണ് നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്തത് അല്ലേ. വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ന ആൾ വേണം അല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞില്ല. വി ആർ ജസ്റ്റ് റാൻഡംലി പിക്കിംഗ് അപ്പ് എ പേഴ്സൺ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ, ഈച്ച് ഐറ്റം ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചാൻസ് ഓഫ് ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ ആ പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിനും ഈ സാമ്പിളിൽ പെടാനുള്ള ഈക്വൽ ചാൻസസ് ഉള്ളപ്പോഴാണ് അതിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിലൊരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 40 പേർ, നമ്മളിവിടെ സെക്രട്ടറി സെലക്ട് ചെയ്തു, നിങ്ങളെല്ലാവരും കൂടെ ഒരാളെ സജസ്റ്റ് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ അല്ലാതെ വേറെ മെത്തേഡുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേര് നമ്മൾ സ്ലിപ്പിൽ എഴുതി നമ്മൾ ലോട്ട് എടുക്കുക. അതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പേരാണ് സെക്രട്ടറി എന്ന് പറയാമല്ലോ. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്യുക, ഓരോ വ്യക്തിക്കും ഈക്വൽ ചാൻസസ്, അതിലൊരാളെ നമ്മൾ ലോട്ടറി മെത്തേഡിൽ അങ്ങ് സെലക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാൻഡം സാമ്പിളിംഗ് നമ്പേഴ്സ്. റാൻഡം സാമ്പിളിംഗ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ യു അസൈൻ നമ്പർ ടു ദ യൂണിറ്റ്സ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 1 2 3 4 അങ്ങനെ 40 വരെ നമ്പർ ഇട്ടു. ആൻഡ് ദർ ഈസ് എ റാൻഡം നമ്പർ ടേബിൾ വിച്ച് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ബൈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പഠിക്കണം, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ടിപ്പറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. ഹി ഹാസ് പ്രിപ്പയർഡ് എ ടേബിൾ കോൾഡ് ടിപ്പറ്റ് ടേബിൾ. എന്നിട്ട് ഈ ടിപ്പറ്റ് ടേബിൾ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ടിപ്പറ്റ് ടേബിളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. യു അസൈൻ നമ്പർ ടു ദ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് യു റെഫർ ടു ദി table, means random number table prepared by statisticians, and then select the sample. Clear? ഇനി റാൻഡം സാമ്പിളിൻ്റെ രണ്ടാമത്തെ ടൈപ്പ്, that is stratified random sampling. And when do you take this? When the population is heterogeneous. Heterogeneous എന്ന് വെച്ചാൽ ഒരേപോലത്തെ പോപ്പുലേഷൻ അല്ല. ഈ പോപ്പുലേഷൻ്റെ ഓരോ യൂണിറ്റും പല പല ടൈപ്പ് ഓഫ് മിക്സ്ചർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോപ്പുലേഷൻ ആണെങ്കിലാണ് നമ്മൾ ഹെട്രോജിനസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് ജെൻഡർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹെട്രോജിനസ് അല്ലേ, ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓർ സബ് ഗ്രൂപ്പ്സ്.
വിച്ച് ഹാസ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബോയ്സ് ഗേൾസ്. എന്നിട്ട് ഓരോ സ്ട്രാറ്റയിൽ നിന്നും സാമ്പിൾസ് ആർ റാൻഡംലി എന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ സിമ്പിൾ റാൻഡം മെത്തേഡിൽ നമ്മൾ ആ ബോയ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു, ഗേൾസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?